മീറ്റിംഗ് പോയപ്പോ ഹലോ അതൊക്കെ വിളിക്കുമ്പോ ചോദിച്ചു നോക്ക്. ഹലോ ആറാ എന്തുറ്റി പ്രശ്നം എന്താ? മതി 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 അങ്ങനെയുള്ള മതി. എടാ ഗ്യാങ്സിനകത്ത് ആരോ ഓർത്ത് കയറുന്നു, അടിച്ചു വന്നിട്ടുണ്ട് ഇവിടെ. ആടാ വന്നിട്ട് എന്നെ 2 അടി അടിച്ച് വെടിച്ചങ്ങ് കൊന്ന്. മതാര ചോദിക്കോ? ഞാൻ ചോദിക്കണോ അതാ നീ ചോദിക്കോ? ആ ഓക്കെ. മൈൽസ് ആണോ? മൈൽസ് അല്ല, ചന്ദ്രു ഇല്ല വെന്യാണോന്നല്ല. ഹലോ ഞാൻ ഗ്യാങ്ങോസ് outside gang was me and someone here. കമ്മിങ്. എടാ എനിക്ക് പോയി നോക്കണോ? എനിക്ക് ഇട്ട് തന്നിട്ടെന്നാണ് എന്റെ വിശ്വാസം. മാമാ ലൂയിസ് നിങ്ങളുടെ കൊടുത്തില്ല. ലൂയിസ് അല്ല ലൂയിസ് നമ്മളല്ല. എടാ നിന്റെ മുണ്ട് വേറെ ആണല്ലോ. വേറെ ചന്ദ്രന്റെ മറ്റേ കരിമ്പൻ അടിച്ച്. ഇത് കടയാ? ചന്ദ്രൻ അത് ഉദ്ഘാടനം ചെയ്യണം. പോയോ? വള്ളി വിലാസോ? അല്ലല്ല, അത് ചന്ദ്ര സംഭവം എന്ന് വെച്ചാൽ ഇന്നാള് എന്റെ ഗ്യാങ് ഹൗസ് ഇത് പറഞ്ഞിട്ടായിരുന്നു സിറ്റുവേഷൻ അടങ്ങി. അപ്പൊ എനിക്ക് ഗ്യാങ് ഹൗസ് ഇല്ല, ഇപ്പൊ ഉറങ്ങാൻ സ്ഥലമില്ല ഇപ്പൊ ശരിക്കും കറന്റ്. എനിക്ക് വീടില്ല എന്താ. അപ്പൊ അതുകൊണ്ട് ചെറിയ ഉള്ള ഒരു സെറ്റപ്പ് വെച്ചിട്ട് ഞാൻ ഒരു ഷെഡ് അങ്ങ് പണിത്. അകത്ത് കട്ടിലുണ്ട്, കിടക്കാൻ സംഭവം എന്താണെന്നറിയോ? സൈഡ് മാമൻ ടോക്കൺ അതിനു വേണ്ടി ഉറങ്ങാൻ കിടക്കാനും ഒരു സ്ഥലമില്ലായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ എടാ ഈ വീട് പോട്ടെ, ഇതെന്താ ചെയ്ത് വെച്ചേക്കണേ? ഇതാരിത്? ഞാൻ കണ്ടില്ലേ രാത്രി പോലെ അത് അതിനകത്ത് വേറെ പരിപാടി നടക്കും. പള്ളി വിലാസം. നീ ഇവിടത്തെ ജന്മിയാ? മറ്റേ ഒരു ഫ്രണ്ടില് ഡെസ്കും ഒരു കസേരയൊക്കെ ഇട്ടിരിക്കുക. നീ ആര്? ഇവിടെ ആൾക്കാർ വിചാരിക്കും വല്ല ആൾക്കാർ നിങ്ങള് ഗ്യാങ് വാറിനൊക്കെ പോകുമ്പോ ഞാൻ ഇവിടെ കാണും. ചായ കുടിച്ച് 2 എണ്ണം അടിച്ച് ഞാൻ ഇവിടെ കാണും. ആൾക്കാർ ആരൊക്കെയാ പറഞ്ഞാ? അതെന്നെ ഉണ്ട്. എന്തോ മാമാ അപ്പൊ ചന്ദ്ര ഇത് ഈ കാശ് മന്ദാരം നീ കൊടുത്തു വാങ്ങിക്കണേ, അല്ലെങ്കിൽ ഞാൻ കൊടുത്ത തരത്തില്ല എനിക്ക്. എടാ ഒരു കാര്യം പറയട്ടാ, ചന്ദ്ര ഉദ്ഘാടനം ചെയ്തു. അപ്പൊ ഈ ഒരു വള്ളി വിലാസം നമ്മുടെ ഉറങ്ങാനും ആഹാരം കഴിക്കാനും നമ്മുടെ പിന്നെ വള്ളി പിള്ളേർക്ക് എല്ലാവർക്കും ഒരു ചായ കുടിച്ചിരിക്കാനും വേണ്ടിയിട്ട് നമ്മുടെ മാമൻ പണിത ഒരു വീടാണ് ഇതൊരു വള്ളി വിലാസം എന്ന് പറയുന്നത്. അപ്പോ ഞാനിത് ഔപചാരികമായി ഉദ്ഘാടനം ഇത് ഔപചാരികമായി ഉദ്ഘാടനമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഉള്ളിലോട്ട് കയറുകയാണ്. വളരെ 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 ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്, ഒരു സ്പേസ് ആണ് ഒരുക്കിയിട്ടുള്ളത്. ഒരു ചെറിയ ലാമ്പ്, ബുക്ക് വായിക്കാനും അതുപോലെ തന്നെ ജനറേറ്റർ ഇല്ലായിരുന്നു, ഇവിടെ നടന്നില്ല. അപ്പൊ കറണ്ട് ക്യാങ്കോസിന്നാണ് വലിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ബില്ല് അങ്ങ് സെറ്റിൽ ചെയ്യണം. അത് വേറെ വഴിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇല്ല അത് ഞാൻ കൊടുത്തോളാം. കർട്ടനൊക്കെ ഇട്ടാണ് മറച്ച് വെച്ചിരിക്കുന്നത്. എന്തായാലും ഒഴിവ് സമയങ്ങളിൽ ആനന്ദകരമാക്കി നിങ്ങൾ നല്ല രീതിയിൽ പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഒരു മാസം കൺസിസ്റ്റന്റ് ആയിട്ട് സിറ്റിയിൽ വരാനും ഇവിടുന്ന് നേരെ അതിന്റെ അകത്തോട്ട് കയറാനും നിന്നെ കൊണ്ട് സാധിക്കട്ടെ. ഇത് നിന്റെ ലൈഫിലെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം നീ എടുക്കണം മാമ. കാരണം അതായത് എക്സ്പീരിയൻസ് അല്ല, അതൊരു നിന്നെ തന്നെ മോൾഡ് ചെയ്യണം ഈ ഒരു മാസം, മനസ്സിലായില്ലേ? നീ നിന്നെ മോൾഡ് ചെയ്ത് അത്രേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്.
ജാക്ക് ബ്രോ താങ്ക് യു ബ്രോ താങ്ക് യു സോ മച്ച് വിളിക്കണം ഇവിടെ നിന്ന്. Thanks a lot, brother. Thank you. വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞ് വിളിക്കണം. വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ അകത്തോട്ട് വിളിച്ച് കയറ്റും. അപ്പൊ നീ അത്ര ആക്റ്റീവ് ആവണം. നീ ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് നിനക്ക് ഇങ്ങനെ ഒരു പണിഷ്മെന്റ് തന്നത്. അതില് നിനക്ക് ചിലപ്പോ എന്റെ അടുത്ത് ദേഷ്യം തോന്നാം, പക്ഷെ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് നിനക്ക് പിന്നൊരു സമയം മനസ്സിലാവും. ചില സ്നേഹം മാത്രം. സ്നേഹം മാത്രം. അതായത് കണ്ണ മെയിൻ ലൈനിൽ പോയി കയറി ഇല്ല ഇല്ല സാർക്ക് ഒന്നേ സാർക്ക് ഒന്ന് ഒരു അല്ല ഒരു സംസാരിക്കാനാ ഒരു കാര്യം സംസാരിക്കാൻ ഇപ്പോരാ നിക്ക് ഇവിടെ നിക്ക് ഒരു കാര്യം അവന്റെ വേറെ കാര്യം പറ കൺസൈൻമെന്റ് കാര്യം പറയാൻ എടാ സാർക്ക് നൈസായിട്ട് വിളിച്ചോണ്ട് ഏതെങ്കിലും വാക്ക് പോകാൻ പറ്റുമോ? ഇപ്പൊ കൊണ്ടുപോകാം. നൈസായിട്ട് വിളിച്ചിട്ട് വള്ളി ഉണ്ടെന്ന് പറഞ്ഞ് വണ്ടി കയറ്റി കൊണ്ടുപോകും. അത് കൊണ്ടുപോകാം എന്തിനും, അത് പ്രശ്നമില്ല. ഞാൻ കഴിഞ്ഞ വർഷത്തെ സീൻ അറിയാലോ, അറിയോ? നല്ല ഓർമ്മയുണ്ട്. അയ്യോ എന്നെയും കൊല്ലും. ല്ലേ ഗ്യാങ് ഹൗസിൽ കയറി മിസ്റ്റർ ഗ്യാങ് ഹൗസിലും കൊണ്ടുപോകും, ഗ്യാങ്ങിനെ ഡിസ്മാൻഡിലും ചെയ്യും. മൊത്തത്തിൽ നൈസായിട്ട് വള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകും. ഞാനേ നൈസായിട്ട് അങ്ങ് സ്കൂട്ടാൻ പോണേ. മദാര എവിടെടാ മദാര? പൈസ കിട്ടി എടാ നീ ഓക്കെ ഞാൻ ഹെലി എടുത്തു വരാം ഹലോ ഹലോ അല്ല ഞാൻ ഇപ്പൊ അല്ലല്ല ഞാൻ ഇപ്പൊ ഞാൻ ഇവിടെ ജംഗ്ഷൻ വരെ മറ്റേ ഇവനെ മുതുക്ക് ജംഗ്ഷൻ വരെ പോയിട്ട് ഇപ്പൊ അവന് പോണില്ല മത നമുക്ക് വേറൊരു പ്രശ്നം തീർക്കാണ്ട് വാ. കണ്ണില്ലാത്തപ്പോഴേ നീ വേണം വാ. മാമനും മാമ കേറ്. ഞാൻ ചന്ദ്രനോട് നോക്കണം. അത് ചന്ദ്ര പോലല്ലോ. ഞാൻ മിസൈലൂടെ എന്തോടാ ടീജെ ഓരോരോ കോമഡികളെ. കേറി ചിരിക്കല്ലാണ്ട് എന്തിന് പറയാ. അടി ഇറക്കിയാലോ? തിരിച്ചു വേണ്ടാത്തല്ലേ? ഇറങ്ങ ഇറങ്ങിയകത്ത് പോയി ആൾ. ഹലോ മിസ്റ്റർ എക്സ്,
എത്രത്തോട്ടോ ആ അറിയാം, അവൻ അറിയത്തില്ല വഴി, അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു. എന്താ ചന്ദ്ര മുണ്ടൊക്കെ? ഓ ഉണ്ട്, ഒരു തനതായ ഒരു മലയാളി അല്ലേ നമ്മളൊക്കെ, അപ്പൊ അന്ന് മുണ്ടിൽ അങ്ങോട്ട് ഇറങ്ങാന്ന് വിചാരിച്ച്. സിറ്റിയിൽ മുണ്ട് വന്നപ്പോ തന്നെ അങ്ങ് നമ്മള് മേടിച്ചാൽ കൊറേ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ. സോ ഫണ്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? ആ ഞങ്ങള് ബ്ലാക്ക് സത്യം പറഞ്ഞ വാസവന്റെ ലോക്കറിലായിരിക്കും, അപ്പൊ താക്കോൽ വാസവനെ കൊണ്ടുപോയി പോയപ്പോ. ആ അപ്പൊ നമ്മള് യൂഷ്വലി ബ്ലാക്ക് അങ്ങനെ ഒരു അത്രയും എക്സ്ട്രീം കണ്ടീഷനിൽ ഒരു ഫാമിലി റിക്വസ്റ്റ് ചെയ്ത് നമ്മൾ ഒരു കൺസിഡറേഷൻ തരും. അപ്പൊ ഈ കൺസൈൻമെന്റിൽ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് ഒരു വൈറ്റ് മണി കൺവേർഷനിലുള്ള രീതിയിൽ ചെയ്തു തരാം. പക്ഷെ നെക്സ്റ്റ് ടൈം തൊട്ട് ശ്രദ്ധിക്കുക, കാരണം നമ്മള് ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ഫാമിലീസിന് മാത്രമേ ഈ ഒരു ഓപ്ഷൻ കൊടുക്കാറുള്ളൂ. നിങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇവിടുത്തെ എക്സ്പീരിയൻസ് ആൾക്കാരാണ്, പഴയ ഫാമിലിയാണ്, നിങ്ങൾക്ക് ബ്ലാക്കിലാണ് ഡീലിംഗ് വരുന്നില്ല. അത് നമ്മള് ഒന്നല്ലെങ്കിൽ നമ്മള് ബ്ലാക്ക് നമ്മള് കൺവേർട്ട് ചെയ്ത് ഇപ്പൊ വൈറ്റ് വന്നിട്ട് ബ്ലാക്ക് വാസന പറഞ്ഞ സമയത്ത് എടുത്തു തരാം, അല്ലെങ്കിൽ ഇത് മതിയെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് തരാൻ ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. കാരണം കൺവേർഷൻ റേറ്റ് വെച്ച് വരുമ്പോൾ നിങ്ങൾ ഇച്ചിരി കൂടുതൽ വരേണ്ടി വരും ബ്ലാക്കിനെ കാട്ടി, അതിന്റെ ഒരു പ്രശ്നമുള്ള. നിങ്ങൾക്ക് അത് കുഴപ്പമില്ല. എത്രയാണ് ഐഡിയ? എത്രയാണ്? ഡയറക്റ്റ് സ്ട്രൈറ്റ് ഫോണിലാണോ? ഫോണിലാകുമ്പോ 10 CR പോവും എക്സ്ട്രാ. എയർ ഷെയർ ചെയ്താൽ 10 CR പോവോ? 10 CR പോവും. ഫോൺ ത്രൂ എന്ത് ട്രാൻസാക്ഷൻ നടന്നാലും 10 CR പോകും. അല്ലെങ്കിൽ തൊട്ട് മെയിൻ ബാങ്ക് നേരെ വെളിയിലല്ലേ? ഇനിയിപ്പോ വയ്യ, കുഴപ്പമില്ല. പോയി കഴിഞ്ഞാൽ 10 പടിയിൽ അപ്പുറമുള്ള വലിയ വലിയ പ്രശ്നങ്ങളാവും ഇനി പോയ. ഐഡി എത്രയാണ്? 1534. സൗണ്ട് ഒക്കെ വീഴുവോ? ചെയ്യാറില്ല. ഒന്നായിരുന്നോ? നമ്മുടെ മിസ്ട്രക്സിന്റെ കൺവേർഷൻ റേറ്റ് പ്രകാരം 100 CRന് 70 CR ബ്ലാക്ക് ആണ് നമ്മുടെ കൺവേർഷൻ റേറ്റ്. അപ്പൊ ഒരു 4 CR നിങ്ങൾക്ക് തിരിച്ചു തരാം. എത്ര മണിക്കാണ്? നിങ്ങൾക്ക് 11 മണിക്കാണ് ഇന്നത്തെ കൺസൈൻമെന്റ് വരുന്നത്. സോ നിങ്ങളായിരിക്കും ട്രക്ക് കൊണ്ടുവന്നത് ഇന്ന്. നിങ്ങളുടെ കയ്യിലായിരിക്കും. PD ആയിരിക്കും. PD ഇല്ലീഗൽ ആയതുകൊണ്ട് എന്തായാലും PD വരും. അപ്പം നിങ്ങളുടെ മെയിൻ ഉത്തരവാദിത്തം ട്രക്ക് സേഫ് ആക്കുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും ട്രക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാതെ നോക്കണം. സോ ഞാൻ ഫുൾ ഫ്ലോ എന്ന് പറഞ്ഞുതരാം, അപ്പൊ പിന്നെ കൺഫ്യൂഷൻസ് വരുന്നത്. സോ നിങ്ങൾക്ക് കൃത്യം നിങ്ങളൊരു 10:50-55 ഒക്കെ ആകുമ്പോഴത്തേന് നമ്മുടെ റോക്സ്വുഡിലെ 915 എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്ക് എത്തുക. വൺസ് നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രക്ക് ഹാൻഡ് ഓവർ ചെയ്യും. നിങ്ങൾക്ക് ട്രക്ക് ജസ്റ്റ് ഫുള്ള് പെട്രോള് കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്ത് റെഡി ആയിക്കുമ്പോഴത്തേന് ഒരു 11 ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു സാറ്റലൈറ്റ് നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ തൊട്ട് നിങ്ങളുടെ ട്രക്ക് അവിടെ നിന്ന് മൂവ് ചെയ്ത് തുടങ്ങണം. നിങ്ങൾക്ക് വിത്തിൻ റോക്സ്വുഡ് എവിടെ വേണേലും ആ ട്രക്കുമായിട്ട് പോകാം, എക്സെപ്റ്റ് ഓഫ് റോഡും മലകളും ഒക്കെ. നിങ്ങൾ റോക്സ്വുഡ് ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുവാണെങ്കിൽ അവിടെ നമുക്ക് വൈറ്റ് ആൻഡ് ഓഫ് വൈറ്റ് കളറിൽ കുറെ മാപ്പിൽ മാർക്കിങ്സ് ഉണ്ട് റോഡ്. ആ റോഡ് മാത്രമേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ. അതിനകത്ത് റെഡിഷ് കളറുള്ള എല്ലാ ഓഫ് റോഡും അല്ലെങ്കിൽ പ്രൈവറ്റ് റോഡ്സ് ഒക്കെയാണ്, അവിടോട്ടൊന്നും കയറരുത്. ട്രക്കുമായിട്ട് പോകുമ്പോൾ റെഡ് ഉള്ളിൽ കയറാൻ പാടില്ല. ഇല്ല, അതെല്ലാം ഓഫ് റോഡ് ഏരിയാസ് ആണ്, അല്ലെങ്കിൽ പ്രൈവറ്റ് മറ്റേ റേസ് ട്രാക്ക് ഒക്കെയാണ്. അപ്പൊ നിങ്ങൾ മെയിൻ റോഡ്സ് മാത്രമേ യൂസ് ചെയ്യാവൂ വിത്തിൻ റോക്സ്വുഡ്. നിങ്ങൾക്ക് അത്യാവശ്യം യൂസ് ചെയ്യാനുള്ള ഒരു 2 ഫ്യൂവൽ ക്യാനും 2 ട്രക്ക് റിപ്പയർ ചെയ്യാനുള്ള റിപ്പയർ കിറ്റും നമ്മൾ ആ വെഹിക്കിളിനകത്ത് ഓൾറെഡി നിങ്ങൾക്ക് വെച്ച് തരും. ഇൻ കേസ് നിങ്ങൾക്ക് ആവശ്യം വന്നാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്ത് വണ്ടി റിപ്പയർ ചെയ്യാം. പിന്നെ റോക്സ്വുഡിലെ നമ്മുടെ നോർമൽ റിപ്പയർ ഷോപ്പും നമ്മുടെ ട്രക്ക് റിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ട്രക്ക് ഇവിടെ വരെ പോകണമെന്നില്ല, ട്രക്ക് നോർമൽ റിപ്പയറിലും വർക്ക് ആവും നമ്മുടെ ട്രക്ക്. സോ നിങ്ങൾക്ക് ട്രക്ക് റിപ്പയർ ചെയ്യാനും അല്ലെങ്കിൽ ഫ്യൂവൽ അപ്പ് ചെയ്യാനും വേണ്ടി മാത്രമേ ട്രക്ക് നിർത്താൻ പറ്റത്തുള്ളൂ വിത്തിൻ ദിസ് 45 minutes. അതായത് ഈ ട്രക്ക് ഡ്രൈവറിന് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ട്രക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല അൺലെസ് പെട്രോൾ അടിക്കാനോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാനോ അല്ലാതെ ട്രക്ക് നിർത്താൻ പാടില്ല. ട്രക്ക് ഡ്രൈവർ റണ്ണിങ്ങിലായിരിക്കണം, മൂവിങ്ങിലായിരിക്കണം.
അല്ലെ മൂവിങ്ങിലായിരിക്കണം. അത് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലിട്ട് ട്രക്ക് കറക്കുമെന്നല്ല, വിത്തിൻ റോക്സ്വുഡ് റോഡിൽ മൂവിങ്ങിലായിരിക്കണം ഫോർവേഡ്. വന്ന വഴി തിരിച്ചു പോകുന്നതുകൊണ്ട് അങ്ങനൊന്നും പ്രശ്നമില്ല. പക്ഷെ ഒരു ലൊക്കാലിറ്റിയിൽ കടന്ന് കറങ്ങരുത്. കാരണം അപ്പൊ നിങ്ങൾക്ക് ട്രക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം PD നിങ്ങളെ നോക്കിയല്ല വരുന്നത്, ട്രക്ക് നോക്കിയാ വരുന്നത്. അപ്പൊ അവരാ ട്രക്ക് ഏത് രീതിയിൽ ട്രക്കിനെ ഒറ്റപ്പെടുത്തി എടുക്കാൻ നോക്കും. അപ്പൊ ട്രക്കിനെ മാക്സിമം നിങ്ങൾ ഒറ്റയ്ക്ക് അവർക്ക് വിട്ടുകൊടുക്കാതെ നോക്കുക. നമ്മൾ പ്രീവിയസ്ലി നമുക്ക് ഇങ്ങനെ ഫാമിലീസിന് കൊടുത്തു വിട്ടപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പറ്റിയ ഇഷ്യൂസ് അതാണ്. ട്രക്കിനെ ഒറ്റയ്ക്ക് അവർ വിട്ടുകൊടുത്തു. അപ്പൊ PD എന്ത് ചെയ്തു? PD സ്പ്ലിറ്റ് ചെയ്തിട്ട് അവരെ ഫേക്ക് ചെയ്തൊരു ടീമിനെ അവിടെ നിർത്തി ബാക്കി ടീം പോയി ട്രക്ക് ക്യാപ്ചർ ചെയ്തു. എടാ ഒരു മിനിറ്റ് കോൾ ഇതില സംസാരിച്ചോണ്ടിരിക്കും. ഹലോ, പറഞ്ഞോ. ഓക്കെ. സോ ടോട്ടൽ കൺസ്യൂമെന്റ് ടൈം 45 മിനിറ്റ്സ് ആണ്. ഈ 45 മിനിറ്റ്സിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് PD ഡയറക്റ്റ് അറ്റാക്ക്, PD വരുവാണെങ്കിൽ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്തിട്ട് ഓൾ ഡൗൺ ആക്കി കൺസ്യൂമെന്റ് അവരെ ആ ത്രെട്ട് അവിടെ തന്നെ തീർക്കാം. അങ്ങനെയാണെങ്കിൽ PD സൈഡിൽ നിന്ന് ഒരു കൺഫർമേഷൻ വരും, PD ഫെയിൽഡ് ടു ക്യാപ്ചർ കൺസ്യൂമെന്റ് ട്രക്ക് എന്നുള്ള കാര്യം പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റോക്സ്വുഡ് ലീവ് ചെയ്യാം. പേടിക്കണ്ട, നമ്മള് PD പോയി അടിച്ചോളാം. പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തീരുമല്ലോ. ഇതിനാ അങ്ങനെ അവരെ കൊണ്ട് കഷ്ടപ്പെട്ട് പുറകെ വരുത്തിക്കുന്നത്. എന്നാലും ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് മനസ്സിലായി റൂൾസ് ഇൻ കേസ് നിങ്ങൾക്ക് നിങ്ങള് ഡിഫെൻഡിങ് രീതിയിൽ പോവാണെങ്കിൽ 45 മിനിറ്റ്സ് ട്രക്ക് നിങ്ങളുടെ കയ്യിൽ തന്നെ ആയിരിക്കും. മെയിൻലി ലാസ്റ്റ് 45 മിനിറ്റ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ ആരാണോ ട്രക്കിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത്, ഇപ്പൊ PD ഡ്രൈവർ ഇൻ കേസ് നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പറെ ഡൗൺ ആക്കിയിട്ട് ട്രക്ക് ക്യാപ്ചർ ചെയ്തിട്ട് കൊണ്ടുപോയാൽ കൺസ്യൂമെന്റിന്റെ ബാക്കി 45 മിനിറ്റ്സിൽ എത്ര മിനിറ്റ് ബാക്കിയുണ്ടോ ആ സമയത്തിനുള്ളിൽ ആ ട്രക്ക് നിങ്ങൾ തിരിച്ച് ക്യാപ്ചർ ചെയ്തിരിക്കണം. അല്ലാത്ത പക്ഷം PDക്ക് ട്രക്ക് കൊണ്ടുപോകാനുള്ള റൈറ്റ് ഉണ്ട് അവിടെ. 45 മിനിറ്റ്സ് കഴിയുമ്പോൾ PD ഇൻ കേസ് PD ഓൾ ഡൗൺ ആയിട്ടില്ലെങ്കിൽ PD ബാക്ക് ഓഫ് ആവും നിങ്ങളുടെ കയ്യിൽ തന്നെ ട്രക്കെങ്കിൽ. അതേപോലെ തന്നെ നിങ്ങളുടെ PD കയ്യിലാണ് ട്രക്കെങ്കിൽ നിങ്ങളും ബാക്ക് ഓഫ് ചെയ്യണം. 45 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ട്രക്ക് പോയാൽ നിങ്ങൾ അവിടെ നിന്ന് ബാക്ക് ഓഫ് ചെയ്യണം. പിന്നെ അവിടെ ഫൈറ്റ് എടുക്കാൻ നിൽക്കരുത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്ര നാളായിട്ട് എത്ര ഗ്യാങ്ങിന്റെ PD കൺസ്യൂമെന്റ് വണ്ടി എടുത്തിട്ടുണ്ടാവും? ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് കൺസ്യൂമെന്റ് ട്രക്ക് കൊടുക്കുന്ന സിറ്റുവേഷനിലാണ് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് കുറച്ച് ഫാമിലീസിന്. ആണോ? കാരണം ഇപ്പം ഫാമിലി ഇപ്പം ട്രക്ക് കൊണ്ടുപോകുന്നത് PD ആണെങ്കിൽ ഓൾമോസ്റ്റ് മിക്ക ഒരു 60-40 ആണെങ്കിൽ പറയാം ഫാമിലി സൈഡിലോട്ട്. പക്ഷെ ഇവിടെ വരുമ്പോ ഒരു 50-50 ചാൻസാ. മോസ്റ്റ്ലി PD പോയാറുണ്ട്. PDക്ക് അവരൊരു അപ്പർ ഹാൻഡ് കിട്ടാറുണ്ട് ട്രക്ക് കൊണ്ടുപോകുന്ന ഫാമിലി ട്രക്ക് കൊണ്ടുപോകുമ്പോ. എന്തായാലും നമ്മളത് മാനേജ് ചെയ്യണം. അത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും പറ്റുന്നൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ അവർ ട്രക്കിനെ ഒറ്റയ്ക്ക് അങ്ങ് വിട്ടുകൊടുക്കും. അങ്ങനെ ഫസ്റ്റ് ട്രക്ക് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ട്രക്ക് തിരിച്ചു പിടിക്കാന്ന് വെച്ചാൽ കുറച്ച് ടാസ്ക് ആയിരിക്കും നിങ്ങൾക്ക്. അതുകൊണ്ട് ട്രക്കിനെ മാക്സിമം ഒറ്റയ്ക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ നോക്കുക. ഓക്കെ. അപ്പം നിങ്ങൾക്ക് കൃത്യം 10:45 ആകുമ്പോൾ റോക്സ്വുഡിൽ വരിക. 11 ആകുമ്പോൾ നിങ്ങൾക്ക് കൺസ്യൂമെന്റ് സ്റ്റാർട്ട് ആവും. വൺസ് സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ 11:45 വരെയാണ് നിങ്ങൾക്ക് ടോട്ടൽ ടൈം. ആ ടൈമിൽ നിങ്ങൾക്ക് either ഫുൾ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യുക. വൺസ് നിങ്ങൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പം ഡിഫെൻഡിങ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ 45 മിനിറ്റ്സ് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സാറ്റലൈറ്റ് മെസ്സേജ് വരും കൺസ്യൂമെന്റ് കംപ്ലീറ്റഡ് ആയെന്നുള്ള. ആ സാറ്റലൈറ്റ് മെസ്സേജ് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് റോക്സ്വുഡ് ലീവ് ചെയ്യാം. അല്ലെങ്കിൽ PD ഓൾ ഡൗൺ ആകുമ്പോൾ PDയുടെ കൺഫർമേഷൻ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് റോക്സ്വുഡ് ലീവ് ചെയ്യാം. വൺസ് നിങ്ങൾ റോക്സ്വുഡ് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ ചന്ദ്രന് ഡാർക്ക് ചാറ്റിൽ ആക്സസ് ഇല്ലേ? എനിക്ക് എന്റെ ഫോൺ ഒന്ന് ഇടയ്ക്ക് വെള്ളത്തിൽ വീണൊക്കെ പോയായിരുന്നു. അതിനുശേഷം അത് ഡാർക്ക് ചാറ്റിലോട്ട് എനിക്ക് പഴയ പാസ്വേഡും കാര്യങ്ങളൊക്കെ അടിച്ചാൽ കിട്ടേണ്ടതാണല്ലേ? അത് കിട്ടേണ്ടതാണ് ഡാർക്ക് ചാറ്റ്. പാസ്വേഡ് ഞാൻ ജസ്റ്റ് ഒന്ന് മറന്നുപോയായിരുന്നേ. അത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു. അത് ഗവൺമെന്റ് സംസാരിച്ചിരുന്നെങ്കിൽ അവര് ഡാറ്റാബേസ് തപ്പി തന്നേനല്ലോ. ആണല്ലേ? ഓക്കെ. ഞാൻ എന്തായാലും നോക്കിയിട്ട് അതെന്നാ ചെയ്യാം. ഇല്ലെങ്കിൽ ജസ്റ്റ് എന്നെ നമ്പർ മദാരയുടെ കൈ കാണും, അത് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്ത് പാസ്വേഡും കാര്യങ്ങളും ഷെയർ ചെയ്തു. സോ അപ്പൊ ഇന്നത്തെ ഒരു കേസിൽ ഡാർക്ക് ചാറ്റ് ആക്സസ് ഇല്ലാത്തതുകൊണ്ട് കൺസ്യൂമെന്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പം മിസ്റ്റർ എക്സ് പ്ലീസ് കോൺടാക്ട് എന്ന് മാത്രം ഇട്ടാൽ മതി, വേറെ ഒന്നും ഇടല്ലേ. കൺസ്യൂമെന്റ് വാക്കൊന്നും യൂസ് ചെയ്യരുത്. യെല്ലോ പേജിൽ മിസ്റ്റർ എക്സ് പ്ലീസ് കോൺടാക്ട് എന്നും പറഞ്ഞിടുക. മദാരെ ഒന്ന് ശ്രദ്ധിക്കണേ, മിസ്റ്റർ എക്സ് ഡ്രോപ്പ് നമ്പർ ഇടുമ്പം ചാറ്റിൽ ഇടരുത്, പകരം ഇവിടെ ഇടണം. എല്ലാ പേജിൽ തൊട്ട് ഇടണേ. കാരണം മിസ്റ്റർ വാസു നമുക്ക് പറഞ്ഞേക്കുന്നത് മദാരയും കീരിക്കാടൻ ജോസും ആയിരിക്കും ലീഡറോ കോ ലീഡറോ ഇല്ലാത്ത സമയത്ത് നമ്മളോട്ട് കോണ്ടാക്ട് ചെയ്യണം. അപ്പം അത് ശ്രദ്ധിക്കുക, എല്ലാ പേജിൽ മാത്രം നമ്പർ ഇടുക, ചാറ്റിൽ ഇടല്ലേ.
കാരണം നമുക്ക് ലീഗൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാ പേജിലും ഇടുന്നത്. അപ്പം മിസ്റ്റർ എക്സ് പ്ലേസ് കോൺടാക്ട് എന്ന് ഇടുമ്പോൾ പബ്ലിക് വിസിബിലിറ്റി ഉണ്ട്, ആൾക്കാർക്ക് അതിന്റെ ഔട്ടും അടിക്കത്തില്ല. ഓക്കെ, അപ്പൊ കൺസൈൻമെന്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ജസ്റ്റ് ആ ഡാർക്ക് ചാറ്റ് യെല്ലോ പേജിൽ മിസ്റ്റർ എക്സ് പ്ലീസ് കോൺടാക്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് ഒരു ലൊക്കേഷൻ തരും. അവിടെ വന്ന് ട്രക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ നിങ്ങളുടെ അസറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ വെച്ച് തരാം. ഓക്കെ, സോ TVA 11111 എന്നാണ് നിങ്ങളുടെ ഇന്നത്തെ കോഡ്. TVA 111 ഫൈനൽ ലൊക്കേഷനിൽ ട്രക്ക് എത്തുമ്പോൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള കോഡാണ് TVA 111. ശരി ശരി ശരി. ഓക്കെ, അപ്പം നിങ്ങൾ പോയി പ്രിപ്പയർ ചെയ്തോ. നമുക്ക് 10:55 ആകുമ്പോൾ റോക്സ്വുഡ് വെച്ച് കാണാം. ഓക്കെ ശരി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. എടാ കളിക്കണ ഗോകു വണ്ടി ഇറ. വാ വാ വാ. ആ ഹലോ. ഇല്ല 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 ആരും മനസ്സിലായി. എല്ലാം ഓക്കെയാണ്. നീ ഇറങ്ങി ഇറങ്ങി. എടാ ഓക്കെ. എടാ ഗോകു മറ്റേ റെഡ് ലൈൻ എടുക്കലെന്ന് പറഞ്ഞ ഓൺലി മെയിൻ റോഡ്സ് മാത്രമേ യൂസ് ചെയ്യാം കേട്ടോ. റെഡ് ലൈൻ നീ മാപ്പ് ഓക്കെ. കുഞ്ഞ് റോഡുണ്ടാ മറ്റേ ലൈക്ക് ഓഫ് റോഡ് കയറ്റാൻ പറ്റത്തില്ല. ഓൺലി മെയിൻ റോഡ്സ് എന്നാ പറഞ്ഞത്. എത്തിക്കേണ്ട ഇവിടെ കിടന്ന് ഇറങ്ങിയത് അവര് വന്നോളൂ. വീഡിയൊക്കെ വന്നോളൂ. വാ വാ. എടാ ഗോകു നിനക്ക് കുത്തി കടിച്ചു ഇപ്പൊ വരും. കുത്തമല്ല ഇപ്പൊ കുത്തി നിങ്ങളുടെ ബാക്ക് വണ്ടി കുത്തിയടിയാ. എല്ലാത്തിനും കുത്തിയടി. ഒരു ഡൗൺ അയ്യോ ഉണ്ടോ ഏപ്പനെ കൊണ്ടോടാ വണ്ടി. അടി നിർത്തിയിട്ടുണ്ട്. ഫൈറ്റ് എടുക്കുന്നല്ലോ. മാർക്കില് ഇവിടെ വീടിന്റെ മണ്ടയ്ക്ക് ഇതിന്റെ മേളില് എല്ലാത്തിനടി ഇവിടെ അത്ര ലാസ്റ്റ് അടുത്ത ഞാൻ കളിച്ചാ ഒറ്റ തന്നെ കാര്യം ഓടി ഓട്ടം കണ്ടാവേ. ഇതാണ് പറഞ്ഞത്. എല്ലാ ടീമും ഇത്രേ ഉള്ളൂ. Nice. Well played team. Okay. Nice. വണ്ടി ഓടിച്ചേ കേട്ടോ. നമ്മുടെ 2-3 പേര് കത്തിയെന്ന് കേട്ടോ. കത്തിപ്പോയി. 3-4 പേരോട് കത്തി. നമ്മള് മൂട്ടി കൊണ്ട് ഒത്തിരി കത്തിയിടാ പോകും. ഹലോ
ഇത് ശരിയല്ല കേട്ടോ. എന്ത് ഡിസ്റ്റൻസ്? എനിക്ക് റോക്സിൽ നിന്ന് ഇവിടം വരെ എത്താനുള്ള സമയം തരണം നിങ്ങള്. അല്ല ശരിയാവത്തില്ല. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ നമ്മളായാലും അങ്ങോട്ട് അടിച്ചോളാം. നമുക്ക് ഗണ്ണ് കിട്ടിയാൽ മതി. ആ ഒരു ഇതേ ഉള്ളു. ഓൾ ഗുഡ് ആണ്. നിങ്ങളുടെ ഫാമിലി സൈഡ് പ്രശ്നമൊന്നും ഇല്ലെന്ന് ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല എല്ലാരും ഓക്കെയാണ്. അപ്പൊ ഞാൻ ഈ 2 വണ്ടിക്കകത്തായിട്ട് നിങ്ങളുടെ അസറ്റ് വെച്ചിട്ടുണ്ട്. കേക്കുന്നില്ല സൗണ്ട് ഷൗട്ട്. 2 വണ്ടിക്കകത്തായിട്ട് അസറ്റ് വെച്ചിട്ടുണ്ട്. ഒരു വണ്ടിക്കകത്ത് 61 ഗണ്ണും ഒരു വണ്ടിക്കകത്ത് 9 ഗണ്ണും 7000 പോഷൻ ബേസും വെച്ചിട്ടുണ്ട്. ഓക്കെ ടിവി ട്രക്ക് ഉണ്ടോ? യെസ് ഓക്കെ. നമ്മള് കോഡ് വെച്ചേക്കുന്നത് ഇൻ കേസ് ഫാമിലിയുടെ ഹെഡ് മീറ്റിംഗിന് ഒന്നാള് വരാൻ പറ്റത്തില്ല, ഫാമിലി മെമ്പേഴ്സ് വരുമെങ്കിൽ അവരെ ഐഡന്റിഫൈ വേണ്ടി വെച്ചേക്കുക. ഇതിപ്പോ ചന്ദ്രൻ വന്നോണ്ടാ സീനില്ല, അതുകൊണ്ടാണ് ഈ ട്രക്കായിട്ട് കൊണ്ടുപോക്കാൻ. എന്നിട്ട് അസറ്റ് എടുത്തിട്ട് ട്രക്ക് കളഞ്ഞിരുന്നാ മതി വെള്ളത്തെല്ലാം. ഓക്കെ മിസ്റ്റർ എക്സ്. അപ്പോൾ എനിവേസ് താങ്ക് യു സോ മച്ച്. അടുത്ത കൺസൈൻമെന്റ് ആണ്. പിന്നെ ടർഫിന്റെ ഇതും ഉടനെ കാണാം. ഉറപ്പായിട്ടും. താങ്ക് യു. എടാ വണ്ടി എടുത്തിട്ട് ലോല.